ഹലോ. അപ്പോൾ ഇന്നത്തെ ബിഗ് ബോസ് റിവ്യൂ തുടങ്ങിയാലോ? ബിഗ് ബോസ് അവിടെ നടക്കുന്നുണ്ട്. ഞാൻ ഒരു അഡ്വർടൈസ്മെൻറ്റ് വരുമ്പോഴാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് കേട്ടോ. കാരണം ബിഗ് ബോസ് കഴിയുമ്പോഴേക്കും പിന്നെ അതിനുള്ള മൂഡൊന്നും ഉണ്ടാവില്ല, ഉറക്കം വന്നിട്ടും ഓക്കെ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഈ അഡ്വർടൈസ് വരുന്ന സമയത്ത് മ്യൂട്ട് ചെയ്തിട്ട് ഞാൻ വീഡിയോ എടുക്കും. അപ്പം നോക്കാം, ഓരോ ബ്രേക്കിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് നോക്കാം. ഓക്കെ. ബിഗ് ബോസ് കണ്ടിട്ട് വല്ല മനസ്സിലാവുന്നുണ്ടോ? എനിക്കൊന്നും മനസ്സിലാവണില്ല. തുടങ്ങി തന്നെ അനുമോളുടെ കരച്ചിൽ, ഇതെന്തിനാണെന്നും അറിയില്ല. എന്താ ഡോക്ടറിനെ കുറിച്ച് പറഞ്ഞു പറഞ്ഞിട്ട് കരയണത്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ എന്താ ടാസ്ക് കൊടുത്തിട്ടുണ്ട്, എന്തൊക്കെയോ കാണിക്കുന്നു. ഇതാകുക. പിന്നെ നമ്മൾ ജിസേലിൽ അത്യാവശ്യം നല്ല മലയാളമൊക്കെ അറിയാലോ. അല്ല, അടിച്ചു വരാൻ വേണ്ടി പഠിപ്പിക്കുന്നതും നല്ല രസമുണ്ട്. പിന്നെ ഇപ്പോൾ മറ്റേ പുറത്തേക്ക് ആക്കുന്ന ടാസ്ക്, ഒരാളെ കട്ടമ്പിൽ കിടക്കാൻ പാടുള്ളൂ, അത് ഇത് എന്തൊക്കെയോ ഒരു കാണിച്ചു കൂട്ടുണ്ട്. പിന്നെ ചായ കേസ്, കഴിഞ്ഞ കൊല്ലം ഉണ്ടായിരുന്നൊരു ചായ കേസ്. പലരും പല രീതിയിലും കഴിഞ്ഞ കൊല്ലത്തെ ആൾക്കാരനെ ഇമിറ്റേറ്റ് ചെയ്യാനൊക്കെ തോന്നും. പിന്നെ സ്റ്റാർട്ടിങ് എപ്പോഴും ബിഗ് ബോസ് ബോർ തന്നെ ആയിരിക്കും. അതൊരു 2 ആഴ്ച കഴിഞ്ഞാൽ മാത്രമേ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുള്ളൂ. എനിക്ക് സത്യം പറഞ്ഞാൽ ഇപ്പോൾ ബോറായിട്ടാണ് തോന്നുന്നത്. അയാളുടെ എല്ലാ സീസണിലും എനിക്ക് അങ്ങനെ തോന്നാറ്. പിന്നെ നമുക്ക് ആൾക്കാരെ പരിചയമാകുമ്പോഴും കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഇങ്ങനെ വരും. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ബോറിങ്, ഉറക്കം വന്നിട്ട് അതിലേറെ. എന്താണ് ഓരോരുത്തരുടെ അഭിനയമല്ലേ. നമ്മളൊക്കെ ഉറങ്ങി കിടക്കുമ്പോൾ ആരെങ്കിലും ഒന്ന് അപ്പുറത്ത് കിടക്കുന്ന ആൾ ഒന്ന് നീച്ചു പോകുമ്പോൾ തന്നെ നമ്മൾ അറിയും, എന്താന്ന് ചോദിക്കും. ഇത് ഒരുത്തന് ഉറങ്ങി കിടന്നിട്ട് ബാക്കിൽ കൂടെ തട്ടിയിട്ട് പോലും, അല്ല പൊന്തിക്കാൻ നോക്കിയിട്ട് പോലും, ഞാൻ അഭിനയമാണോ എന്താ ഉറങ്ങണ പോലെ അവരെ പറ്റിക്കാൻ വേണ്ടി പ്രാങ്ക് ആക്കുകയാണോ, അത് ശരിക്കും ഉറങ്ങണോ എനിക്കറിയില്ലേ. എന്തായാലും നല്ല രസമുണ്ട്. ഇവർ BB7 7ൻ്റെ പണിയും കൊണ്ട് വന്നിട്ടുണ്ട്. നമുക്കാണ് 7ൻ്റെ പണി, ഉറങ്ങാനും പറ്റുന്നില്ല. എന്താ പ്രോഗ്രാമിൻ്റെ ഷോൻ്റെ ഇഷ്ടം കാരണം അത് ഇട്ട് പോകാനും തോന്നുന്നില്ല. പക്ഷെ ഉറക്കം വരുന്നുണ്ട്. നമുക്ക് നോക്കാം. അപ്പോൾ എനിക്ക് പിന്നെ BB7 റിവ്യൂ ചെയ്യണമെന്ന് അറിയാത്തതുകൊണ്ടേ കുറച്ചും കൂടി നല്ല അടിപൊളി എപ്പിസോഡ്സൊക്കെ വരട്ടെ, എന്നിട്ട് നമുക്ക് കുറച്ചും കൂടി അടിപൊളിയായിട്ട് റിവ്യൂ ഒക്കെ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ, ഷെയർ ചെയ്യൂ. പിന്നെ ഈ പ്രാവശ്യം അത് BB+ ഇല്ലാത്തതെന്ന് അറിയില്ല അല്ലേ. ഓക്കെ, എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ. ഓക്കെ, ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ബൈ, ഗുഡ് നൈറ്റ്.